പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താഴ്ച മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച മറക്കപ്പെട്ട കുഞ്ഞാടിയിലേക്ക് സ്തോത്രമപ്പ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വമപ്പ, 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 മഹത്വമപ്പ. യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം, യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം, യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം. Praise to Jesus. Thank you, Lord. Thank you, Holy Spirit. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ. Praise the Lord. Praise to Jesus. Hallelujah, hallelujah. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തത്താഴ്ചയും. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവിനെ ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭ്യമായി. നമുക്കെല്ലാവർക്കും ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജിവ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ஆண்டவரின் ரட்சகருமாகிய இயேசு கிறிஸ்துவின் என்கிட்ட நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். பிரியமானவர்களே, எத்தனை பேர் ஆயத்தமாயிருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, ஆனபடினால ஒவ்வொரு நிமிடமும் பரிசுத்தத்தோடு கூட தேவனை தொழுது கொள்ள நாம் ஆயத்தமாய் இருக்க வேண்டும் என்பதையும் இந்த நாளில் உங்களை நான் அறிவிக்கிறேன், உற்சாகப்படுத்துகிறேன். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. உங்களுக்கு நமக்கு யாவருக்கும் தெரிந்த ஒரு மலையாள பாடல் என்று நான் பாட இருக்கிறேன். பிரைஸலோடு ஒரு பழைய பாடல். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸலோடு. ஹல்லேலூயா. പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികൾ നമുക്ക് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായെ കാക്ഷിക്കുന്നു ഞാൻ. തേടുവാൻ നഷ്ടം ആയതും നേടുവാൻ ഭ്രഷ്ടമായതും കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിൻ കാത്തു കാത്തു ഞാൻ. കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിൻ കാത്തു കാത്തു ഞാൻ. യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായെ കാക്ഷിക്കുന്നു ഞാൻ. എൻ്റെ പ്രിയ സ്നേഹിതരെ,
കഷ്ടതയിലും പ്രതികൂലത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം കർത്താവിൻ്റെ കൂടെയെങ്കിൽ എൻ്റെ പ്രിയരെ നമുക്കതൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ ആ സമയത്തും നമ്മുടെ ഞെരുക്കങ്ങളിൽ പോലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് പ്രൈസ് ദി ലോർഡ് ഈ ലാസ്റ്റ് ചരണം എന്നോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ നിങ്ങൾക്ക് മഹത്വപ്പെടുത്താൻ പ്രിയരെ? ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ ഒരുമനപ്പെട്ട് നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ആ ലാസ്റ്റ് സ്റ്റാൻസ് ഒന്ന് ചേർന്ന് പാടാലോ? കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഷ്ടതയിലും വാഴുവാൻ നഷ്ടമത് കൊണ്ടാടുവാൻ, കഷ്ടതയിലും വാഴുവാൻ നഷ്ടമത് കൊണ്ടാടുവാൻ, ശക്തിയാരുൾക നാഥനേ, അഗ്നിയിൻ പൂർണ്ണനാക്കുവാൻ, ശക്തി അരുൾക നാഥനേ, അഗ്നിയിൻ പൂർണ്ണനാക്കുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവിൻ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. എല്ലാ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ കണ്ണുകളടച്ചാട്ടെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ കഴിഞ്ഞ ഒരാഴ്ചയും കഴിഞ്ഞ ഒരു പകൽക്കാലവും ഞങ്ങളെ വിട്ട് കടന്നുപോയി അപ്പ. രാത്രിയുടെ യാമം, സന്ധ്യയുടെ യാമത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു കർത്താവേ. സകല ചിന്തകളും സകല ഭാരങ്ങളും എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങൾ അല്പനിമിഷം താണിരിക്കാൻ പോവുകയാണ് അപ്പച്ച. വചനത്തിലൂടെ കർത്താവ് എല്ലാവരോടും സംസാരിക്കണമേ. വചനം ഘോഷിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരു രക്തത്താൽ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ എത്രയും പെട്ടെന്ന് കുട്ടി വരുത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ തങ്കച്ചോരയാൽ കഴുകി മുദ്രയിട്ടാട്ടെ. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ. നിരാശരായി, ദുഃഖിതരായി, വേദനയോടെ, ഭാരത്തോടുകൂടെ വചനത്തിന് മുൻപിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവ് എന്തെങ്കിലും ഒരു ഭാരത്തോടുകൂടെ അവരായിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ വചനം അവർക്ക് ഒരു ആശ്വാസമായി മാറണം, ഒരു വിടുതലായി മാറണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവ് വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒരല്പം നിമിഷം കർത്താവിന്റെ തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നാം എല്ലാവരും ആയിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും കർത്താവ് വചനത്തിലൂടെ തന്നെ നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇരിക്കുന്ന ഇടത്തെ കർത്താവേ, ഇന്നത്തെ വചനം എന്നോടായിരിക്കണം, എന്നോട് കർത്താവ് സംസാരിക്കണമേ എന്ന ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെല്ലാവരും ചിന്താകുലം, അനേക ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അനേക വ്യാകുലതകൾ. അതായത്
അതായത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ എല്ലാം ഒന്ന് മാറ്റിവെച്ചാട്ടെ പ്രിയ ദൈവമക്കളെ, അല്പനിമിഷം വചനം കേൾക്കാൻ പോകുക. കർത്താവ് നമ്മളോട് സംസാരിക്കും നിശ്ചയമായും. ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ നിന്റെ വിചാരങ്ങൾ അല്ല എന്റെ വിചാരങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നാം പലവിധമായ വിഷയങ്ങളിൽ കുഴമ്പിപ്പോകുന്നവരാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുഃഖങ്ങൾ അധികരിക്കുമ്പോൾ, പ്രയാസങ്ങൾ അധികരിക്കുമ്പോൾ, വേദനകൾ അധികരിക്കുമ്പോൾ ഓടിച്ചെന്ന് വായിക്കുന്നത് വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നാം അറിയാത്ത ഒരു വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്റെ പ്രിയരെ, നമ്മെ ആശ്വസിപ്പിക്കുന്നത് വചനമാണ്. ഹല്ലേലൂയ. വചനം ദൈവമാണ് പ്രിയരെ. ആ വചനത്തിൽ ഉള്ളത് എല്ലാം ജീവനുള്ള വാർത്തകളാണ്, ജീവനുള്ളവയാണ്. ആകയാൽ നാം അത് വായിക്കും തോറും ആ വചനം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ആകയാൽ ഇന്ന് ഒരല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം നമുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അർപ്പിക്കാത്രേ, അല്ലെങ്കിൽ അറിയിക്കാത്രേ വേണ്ടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, വചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു, നമ്മുടെ ഏത് ആവശ്യങ്ങളായിരുന്നാലും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുന്നു എങ്കിൽ നിശ്ചയമായും നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അല്ല മറിച്ച് നാം ദൈവത്തോട് ഡയറക്റ്റ് ആ സ്തോത്രം പറയാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ നാം ഡയറക്റ്റ് ആ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് സാധാരണ ചെയ്യുക? എന്നിട്ട് നോക്കിയിരിക്കും, ദൈവം എനിക്ക് മറുപടി തരുന്നില്ല, കർത്താവ് എനിക്ക് മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറുപിറുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. കുഞ്ഞെ, ഇന്ന് രാത്രിയുടെ വേളയിൽ ഒന്ന് ചിന്തിച്ചാട്ടെ. നിന്റെ ആവശ്യങ്ങൾ നീ ദൈവത്തോട് അർപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നീ സ്തോത്രത്തോടു കൂടെയാണോ അർപ്പിക്കുന്നത് എന്നത് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയും വിചാരപ്പെടരുത് എന്നതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഹല്ലേലൂയ നാം ചിന്തിക്കുന്നവരാണ്, വിചാരപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് നാം കയറ്റി വെക്കുന്നവരാ. എന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അത് എവിടേക്കോ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ആവശ്യമില്ലാത്ത ചിന്തകൾ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നത് അത് ദൈവഹിതപ്രകാരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ദൈവ പൈതലെ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ വിചാരങ്ങളാൽ പരവശനായി. നീയോ ബാബിലോൺ എംപറിന്റെ സാമ്രാട്ടുകളിൽ പ്രബലൻ. ബേൽശസ്സറിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. പ്രിയരെ, ബേൽശസ്സർ രാജാവിനെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും: സമ്പത്തും പടയും പടയാളികളും പ്രഭുക്കന്മാർ, മന്ത്രിമാർ ഒക്കെ ഉള്ള ഒരു രാജാവാണ് ബേൽശസ്സർ രാജാവ്. എന്നാൽ അവന്റെ ചുവരിൽ ദൈവത്തിന്റെ വിരൽ പതിഞ്ഞ മാത്രയിൽ പ്രൈസ് ദി ലോർഡ് ഉണ്ടായ ഒരു അവസ്ഥയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്, നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ള ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് വായിച്ചത്? വിചാരങ്ങളാൽ പരവശനായി. വിചാരങ്ങളാൽ പരവശനായി. സൈന്യബലവും ഒക്കെ ഉണ്ടായിട്ടും അവൻ വിചാരങ്ങളാൽ പരവശനായിരുന്നു എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, അവൻ യഹോവയുടെ ആലയത്തിന്റെ ശ്രേഷ്ഠതയും യഹോവയുടെ ആലയത്തിന്റെ ഉപകരണങ്ങളുടെ മഹത്വവും അറിയില്ലായിരുന്നു എന്നതാണ് നാം ചിന്തിക്കുവാൻ കഴിയുന്നത്. ആകയാൽ അവൻ എന്തുണ്ടായി? വിചാരങ്ങളാൽ പരവശനായി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജ്ഞി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? നിന്റെ അപ്പനായ നെബൂഖദ്നേസറിന്റെ കാലത്ത് പ്രഗൽഭനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന്.
ഹല്ലേലൂയ. നീ അവനെ പുറന്തള്ളിക്കളഞ്ഞു. അവന്റെ പേർ ദാനിയേൽ. പ്രൈസ് ദി ലോർഡ്. അവന്റെ പേർ ദാനിയേൽ. ആ വിചാരകന്മാർക്കും ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും വിവരിപ്പാൻ വ്യാഖ്യാനിക്കുവാൻ കഴിയാത്ത ദർശനങ്ങളെയും അർത്ഥങ്ങളെയും ആമേൻ വ്യാഖ്യാനിച്ചിരുന്ന ഒരു മഹാൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ ഒരു ദൈവ പുരുഷനായിരുന്നു എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവ പുരുഷനെ തിരിച്ചറിയുന്ന ഒരു രാജ്ഞി ഹല്ലേലൂയ പറയുന്നു, വിചാരങ്ങളാൽ, പ്രൈസ് ദി ലോർഡ്, വിചാരങ്ങളാൽ പരവശനായിരുന്നു എന്ന്. പ്രിയ ദൈവ പൈതലേ, ആ വിചാരകന്മാർക്കും ശകുനവാദികൾക്കും അസാധ്യമായതിനെ ശ്രേഷ്ഠന്മാർക്കും മന്ത്രിമാർക്കും കഴിയാത്തതിനെ ഉപദേശത്തെയും വചനത്തെയും ദൈവസഭയെയും വിശുദ്ധ മന്ദിരത്തിന്റെ ഉത്കൃഷ്ടതയെയും അറിഞ്ഞിരിക്കുന്ന ദൈവ പൈതലേ, നീ എന്തിന് വിചാരപ്പെടണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എനിക്ക് ചോദിക്കുവാനുള്ളത്, നീ എന്തിന് വിചാരപ്പെടണം? നിന്റെ വിചാരം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ചില സഹോദരിമാർ, ഭവനത്തിൽ ഇരിക്കുന്ന സഹോദരിമാർ, ചെറിയൊരു വിഷയം കിട്ടിയാൽ മതി, അയ്യോ അത് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. അയൽവക്കത്തുള്ള സഹോദരിമാരോട് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരത്തില്ല. ചിലർ അങ്ങനെയൊക്കെയാ. ചില വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രിയരെ, ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലമണ്ടയ്ക്കകത്ത് കയറ്റി വെക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ഓൺലൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ആവശ്യമില്ലാത്ത ചിന്ത വേണ്ട നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. നീ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, നീ ഉപവസിക്കുന്ന വ്യക്തിയാ. പിന്നെ നിനക്ക് എന്തിന്റെ ഭയമാ ഉള്ളത്? ഹല്ലേലൂയ. കർത്താവിനോടല്ലേ നീ പറയുന്ന കാര്യങ്ങളൊക്കെ? കർത്താവിനോട് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ, നീ ഉപവസിക്കുകയല്ലേ? പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആകയാൽ നിന്റെ പ്രത്യാശ എവിടെ പോയി? നിന്റെ പ്രതീക്ഷകൾ എവിടെ പോയി? നിന്റെ ആശകൾ എവിടെ പോയി? കർത്താവ് നിനക്ക് നൽകുകയില്ലേ? അതുകൊണ്ട് നീ തകർന്നു പോകരുത്, അല്പാൽപമായി പുറകിലേക്ക് പോകരുത്. ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് വലിയ ബന്ധമാണുള്ളത്, ഒരു അഭേദ്യ ബന്ധമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ലോകം എന്തൊക്കെയോ കിടന്ന് പറയട്ടെന്നേ, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? നമുക്കും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ലെന്നേ നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാ. മകനേ, മകളെ, നിന്റെ ആവശ്യം എന്താ? നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ കവലപ്പെടുന്നത്? നിന്റെ പ്രയാസം എന്താണെന്ന് ചോദിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ പറയാൻ കഴിയുമോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ വിചാരങ്ങളാൽ പരവശൻ ആകണ്ട എന്ന് പറയുന്നു എന്നതിനെ കുറിച്ച് അല്പം കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവമക്കളെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കുറെ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ ദൈവ പൈതലേ, അതെ ഞാൻ ചോദിക്കട്ടെ, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കെങ്കിലും കഴിയുമോ എന്റെ സഹോദരങ്ങളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, എന്തെല്ലാം വിചാരപ്പെട്ടാലും, ആരെല്ലാം വിചാരപ്പെട്ടാലും, ആമേൻ, എന്തെങ്കിലും ഒരു പൈതലേ, ഫിലിപ്പിയ ലേഖനത്തിൽ
ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കത്രേ വേണ്ടുന്നത്. പ്രിയ ദൈവജനമേ, നീ ആവശ്യമില്ലാത്ത വിചാരം, ഹല്ലേലൂയ, ആവശ്യമില്ലാതെ വിചാരപ്പെടുന്നത് ഇന്നോടെ നിർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, പ്രാർത്ഥനയ്ക്കൊന്ന് സമയം വേർതിരിക്കുന്നേ. ദൈവസന്നിധിയിൽ ഒന്ന് താണ്ടിരിക്കുക. കഷ്ടങ്ങൾ വരുമ്പോഴേ അയൽവാസികളെ വിളിച്ച് പറയുന്നതും, ചില സഹോദരിമാർ എന്ത് ചെയ്തറിയാമോ, പെട്ടെന്ന് തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു പറയും, മമ്മി എനിക്ക് അങ്ങനത്തെ കഷ്ടമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ കഷ്ടമുണ്ട്, ചായ എനിക്ക് ആ പ്രശ്നമാ, എനിക്ക് ഈ പ്രശ്നമാ. സമാധാനം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഫൈനാൻഷ്യലെ പോയി അങ്ങ് കാണും. ഹല്ലേലൂയ. മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്നേക്ക് ആരുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയില്ല ഈ വിഷയങ്ങളെ ഒന്ന് അവതരിപ്പിച്ച് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു അല്പനിമിഷം ഒന്ന് കരയാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് ചിലരെന്ത് ചെയ്യുന്നറിയാമോ, പ്രാർത്ഥനക്കാരുടെ നമ്പർ എടുത്ത് വെച്ച് വിളിക്കും, ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പാസ്റ്ററേ എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് പിന്നെ എന്താ ജോലി? ഹല്ലേലൂയ. നിന്റെ ജോലി എന്താ? നിനക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാ ഉള്ളത്? എല്ലാമേ നീ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നീ പിന്നെന്താ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞേ, നിന്റെ നിത്യതയ്ക്ക് വേണ്ടി നീ കരുതണം. മറ്റൊരു വ്യക്തിയോട് പറയുന്നത് ഇതോടെ നിർത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിൽ വിചാരപ്പെടുന്നുവോ, നീ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും, അതിശയങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിചാരപ്പെടുമ്പോൾ സാധിക്കാത്തത് പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കും. എന്റെ പ്രിയരെ, ഒരു പ്രാവശ്യം കൂടെ ഞാനത് വിളിച്ചു പറയട്ടെ. വിചാരപ്പെടുമ്പോൾ സാധിക്കാത്തത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയിൽ അതെ ഹല്ലേലൂയ നിനക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നത്. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാൻ ആമേൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ആർക്കും കഴിയുകയില്ല. പ്രിയരെ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറയുന്നു, കാറ്റിനെ ഒരുത്തൻ വിചാരിച്ചാൽ ജീവിതത്തിന്, അതായത് വിരോധമായി വീശിയടിക്കുന്ന കാറ്റ്, പ്രതികൂലങ്ങളെ കുറിച്ച് അവൻ വിചാരിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും അവന് വിതയ്ക്കുവാൻ കഴിയുകയില്ല, അവന് വിതയ്ക്കുവാൻ സാധ്യമല്ല. ചില നേരം ഈശാനമൂലൻ കാറ്റ് അവൻ ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നമ്മുടെ പടകുകളെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത കാറ്റുകൾ വീശും. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, കാറ്റുകളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. അയ്യോ കാറ്റ് വരും, എന്ത് ചെയ്യും, കാറ്റ് വരും, ഞാൻ എങ്ങനെയാ പിന്നെ വിതയ്ക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരാം. പ്രിയ ദൈവ പൈതലേ, ഒരു പക്ഷേ രോഗമെന്ന ഭാവത്തിൽ ആയിരിക്കാം കാറ്റ് വീശുന്നത്. ഹല്ലേലൂയ. മരണമായിരിക്കാം കാറ്റ് രൂപത്തിൽ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം പ്രൈസ് ദി ലോർഡ് ഒരു പക്ഷേ കാറ്റ് രൂപത്തിൽ നിന്റെ മുൻപിലായി കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിച്ച ചില മനുഷ്യർ കാട്ടുന്ന വഞ്ചനയും അവിശ്വസ്തതയുമായിരിക്കാം കാറ്റായി വീശുന്നത്. ഹല്ലേലൂയ. സ്നേഹിത, ആമേൻ, ആമേൻ. ആ കാറ്റിനെ കുറിച്ച് ചിന്തിച്ചിരിക്കരുത്. ആ കാറ്റിനെ കുറിച്ച് നീ ചിന്തിച്ചിരുന്നാൽ നിന്റെ അല്ലെങ്കിൽ കളപ്പുരയിൽ അവൻ ഉള്ള ആമേൻ ആ വിത്ത് നിനക്ക് അവൻ വിതയ്ക്കുവാൻ കഴിയാതെ പോകുമെന്ന് ശലോമോൻ വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി ഇങ്ങനെ സ്തംഭിച്ചിരിക്കുവാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി മുറിക്കകത്ത് തന്നെ ഇരിപ്പല്ലേ? പ്രൈസ് ദി ലോർഡ്. സഹോദരി, എത്ര നാളായി ഒന്ന് ചിരിച്ച് കണ്ടിട്ട്? സഹോദര, എത്ര നാളായി മറ്റുള്ളവരോട് സഹോദരങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ച് കണ്ടിട്ട്? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഹല്ലേലൂയ. ഈ ഓൺലൈനായിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഇതിന്റെ കാരണം? ഈ മിണ്ടാതിങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം എന്താ? ആരോടും ചിരിക്കാത്തതിന്റെ കാരണം എന്താ? ഭവനത്തിൽ ഇരിക്കുന്ന സഹോദരിയോട് പോലും അല്ലെങ്കിൽ ഭാര്യയോട് പോലും ഒന്ന് ഉറച്ചു സംസാരിക്കാനോ ഒന്ന് ചിരിച്ചു വർത്താനം പറയാനോ ഒന്ന് കഴിയാതെ പോകുന്നത് എന്താ? എന്താ സഹോദര പ്രശ്നം? സഹോദരി, എന്താ പറ്റിയത്? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമാണോ? എന്താണ് നിങ്ങളെ അലട്ടുന്നത്? ഇതിന്റെ കാരണം എന്താ? വിചാരങ്ങൾ നിന്നെ അലട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിചാരങ്ങൾ നിന്നെ അലട്ടുകയാണ്. ശലോമോൻ പറയുന്നു, ജീവിതത്തിൽ
അല്ലെങ്കിൽ എതിരായോ അല്ലെങ്കിൽ അനുകൂലമായോ വീശിയടിക്കുന്ന ആ കാറ്റിനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും നീ വിതയ്ക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നീ വിതയ്ക്കാൻ പോകുന്നില്ല. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, പ്രതികൂലത്തിന്റെ നടുവിലും കണ്ണുനീരിന്റെ കൂടെ ഹല്ലേലൂയ വിതച്ച് തുടങ്ങ. കണ്ണുനീരിൽ നീ വിതച്ച് തുടങ്ങ. ഉഴുന്ന് മറിച്ചിട്ടിരിക്കുന്ന ആ വയൽച്ചാലിലേക്ക് ഉപവാസത്തോടെ നീ വിതച്ച് തുടങ്ങ. കണ്ണുനീരോടെ നീ വിതയ്ക്കുമ്പോൾ ആർപ്പോടെ നിനക്ക് കൊയ്യുവാനായിട്ട് സാധിക്കും. എത്ര പേർക്ക് അവൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 55-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ തിരുവെഴുത്ത് പറയുന്നത് ഹല്ലേലൂയ, വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, വിചാരപ്പെടരുത്. പലപ്പോഴും നാം വിചാരപ്പെടുന്നത് നന്മയല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഒരുപക്ഷെ ചിലർ വിചാരപ്പെടുന്നത് ആ കുടുംബത്തിലുള്ള വിഷയങ്ങളൊന്നും ഓർത്തല്ല, ആരുടെയോ വിഷയങ്ങൾ ഓർത്ത് ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് നന്മയല്ലാത്ത വിഷയങ്ങളാ കേട്ടോ. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഹല്ലേലൂയ, നാം താമസിക്കും എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവ പൈതലേ, ദൈവം തക്ക സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും. നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കും, അയ്യോ നമുക്കത് താമസമാണ്, നമുക്ക് ആ കാര്യം ലഭിച്ചില്ലല്ലോ, നമുക്കത് അങ്ങനെ ഒരു കാര്യം സാധിച്ചില്ലല്ലോ എന്ന് നമ്മൾ ഓരോ നിമിഷവും താമസിക്കുന്നു നാം ചിന്തിക്കും, നാം അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ പ്രിയരെ, കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന തക്ക സമയത്താ. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, രൂത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. രൂത്ത് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു, നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ഇവിടെ പറയുന്നത് നവോമിയാണല്ലേ. ആൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, നവോമി തന്റെ പെൺമക്കളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. നവോമി ആലോചിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവം? പ്രിയ സഹോദരങ്ങളെ, മോവാബിൽ പെട്ടുപോയി ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്കിനി കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാ നവോമി ചിന്തിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. നവോമി ഒരു പക്ഷേ ചിന്തിച്ചു കാണും, രണ്ടാമത് ഒരു വിവാഹം കഴിച്ചാലോ എന്ന്. അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല കേട്ടോ, അത് എന്റെ ചിന്തയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നവോമി തന്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോൾ നവോമിക്ക് മനസ്സിലായി ഇനിയും സാധ്യമല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നവോമിയുടെ വിചാരത്തിന്റെ അവസാനം അവൻ പറയുന്നു, ഹല്ലേലൂയ, എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 2 പേരും അന്യജാതിക്കാരത്തികളാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വിചാരിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു എത്തും പിടിയും കിട്ടത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ നവോമിയുടെ വിചാരത്തെക്കാൾ വലുതായിരുന്നു ദൈവത്തിന്റെ വിചാരം എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ, ദാവീദിനെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം പൂർവ്വകാലങ്ങളിൽ വംശാവലി എഴുതി വെച്ചപ്പോൾ അവിടെ ഒരു വഴിത്തിരിവ് ഇട്ടിരുന്നു എന്നത് വചനം മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നവോമി അത് അറിഞ്ഞില്ല. ഗ്ലോറി. ഹല്ലേലൂയ. നവോമി അത് അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന പേര് സുമേഷ. സഹോദര, ആത്മീയ വ്യഭിചാരമല്ല സഹോദര ഇത്. സാജു ബ്രദർ, അദ്ദേഹം നമുക്ക് വേണോ ബ്രദറെ? വേണമെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരാം, ഇല്ലെങ്കിൽ ഫോളോ ചെയ്യാം. അത് ബ്ലോക്ക് ചെയ്തില്ല, എനിക്ക് ചെയ്യാം, പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല. വേണ്ട, അദ്ദേഹം കൂടെ അല്പനിമിഷം കൂടെ അദ്ദേഹം വചനം കേൾക്കട്ടെ അല്ലേ?
ജീവനുള്ള വചനം കേൾക്കുമ്പോൾ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഓൺലൈനിൽ ഇപ്പോൾ 17 പേരുണ്ട് എൻ്റെ സഹോദരങ്ങൾ മാത്രം. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ആ സഹോദരന് വേണ്ടി കേട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവനുള്ള വചനമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വ്യഭിചാരത്തെ കുറിച്ചല്ല സഹോദര കേട്ടോ. നിങ്ങൾ നല്ലപോലെ കേൾക്കണം. അത് തീരുന്നവരെ അവസാനം വരെ ഇരിക്കുകയും വേണം. പോയി കളയല്ലേ, ഞങ്ങൾ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇരുന്നു, ഞാൻ അവസാനം ഞാൻ പറയാം. എന്റെ പ്രിയരെ, വിചാരങ്ങൾ കൊണ്ട് ഒന്നും സാധിക്കാത്തിടത്ത് അതിനു മീതെ ദൈവിക ആലോചന ഉണ്ടെന്ന് അറിഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിചാരം ഉന്നതമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വിചാരം ഉന്നതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21:14 വാക്യത്തിൽ, ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചു കൊള്ളുവീൻ എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിചാരപ്പെടത്തില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. ഞാനിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരപ്പെടത്തില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ എന്റെ മനസ്സിൽ ഞാനിനി കയറ്റി വെക്കത്തില്ല. ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. എന്റെ വിചാരങ്ങൾ അല്ല, എന്റെ ദൈവത്തിന്റെ വിചാരം, എന്റെ കർത്താവിനെ കുറിച്ച് ഒരു വിചാരമുണ്ട്. അത് മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന ഉറച്ചൊന്ന് തീരുമാനമെടുത്തിട്ട് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്തെ ഹൃദയം തുറന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരരുതേ. എന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ഒരു ചിന്തയും ഒരു വിചാരവും എന്റെ ജീവിതത്തിൽ വരരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരും. കരുതുന്ന ഒരു ദൈവത്തെ അവിടെ കാണാൻ കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് തരും. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. കരുതുന്ന ഒരു കർത്താവ്, നമ്മളെ കുറിച്ച് എത്രമാത്രം ദൈവം കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു. ആവശ്യമില്ലാത്ത ചിന്തകളും വിചാരങ്ങളും നമുക്ക് വേണ്ട. ന്യായാധിപ സംഘങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് ദുർഘടമായ സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. ആ സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടി യേശു പറയുന്നു, നിങ്ങൾ വിചാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ വിചാരപ്പെടേണ്ട. നമ്മോടുകൂടെ ഇരിക്കേണ്ടതിനാ കർത്താവ് ആരെ അയച്ചിരിക്കുന്ന അറിയാമോ? കാര്യസ്ഥനെ നമ്മുടെ കൂടെ അയച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രിയരെ, സാഹചര്യങ്ങളുടെ വഴുവഴുപ്പോ കാറ്റിന്റെ ഉയർച്ചയോ ഹല്ലേലൂയ ഒന്നും കണ്ടിട്ട് വഴിമാറി പോകുകയല്ല. അഭിഷേകത്തിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ നിറവ് ഉണ്ടെങ്കിൽ എന്നും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്തിന് വിചാരപ്പെടണം? ആത്മാവിന്റെ അഭിഷേകമുള്ള കുഞ്ഞെ, ഹല്ലേലൂയ, നീ എന്ന് കർത്താവിന്റെ കൂടെയാണെങ്കിൽ നീ എന്തിന് ഭാരപ്പെടണം? എന്തിന് നീ അധൈര്യപ്പെടണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് നടത്തുമെന്ന് എന്റെ അപ്പന് കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. എന്റെ അപ്പന് അസാധ്യമായ കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ ഒന്ന് ചിന്തിച്ചാട്ടെ. വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന്റെ പിൻപിൽ ചില കാര്യങ്ങളുണ്ട്. പ്രിയ ദൈവ പൈതലേ, സമയം നമ്മുടെ മുൻപിൽ മുൻപ് വളരെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ. നമുക്കറിയാം, ലാസറിന്റെ ഭവനത്തിൽ യേശു വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ആ ബേഥാനിയിലേക്ക് ഒന്ന് പോകാം, ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാം. പ്രിയരെ, അവിടെ കർത്താവ് വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. മാർത്ത വചനത്തെ അലങ്കോലപ്പെടുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ചിലർ അങ്ങനെയാ, കൂടെ ഇരിക്കുന്നവർ സംസാരിക്കുന്ന ശ്രദ്ധിക്കാൻ മനസ്സ് വരത്തില്ല, എന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ചിലർ അങ്ങനെയാ, എന്നിട്ട് ഗ്രഹിക്കത്തുമില്ല, എന്താ പറയാൻ വരുന്നത് ഒന്നും ശ്രദ്ധിക്കത്തുമില്ല. അവർ പറയുന്നത് മാത്രമായിരിക്കും വലുതെന്ന് വിചാരിക്കുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. എന്റെ കുഞ്ഞെ, ഹല്ലേലൂയ, ഇവിടെയും മാർത്ത കർത്താവ് വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർത്ത ഇങ്ങനെ അങ്ങ് സംസാരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും
ഹല്ലേലൂയ. എന്റെ പ്രിയർ, ഈ മാർത്തയ്ക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് മാർത്തയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാർത്തേ, നിന്റെ തലയിൽ മുഴുവനും വിചാരമാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയ്ക്കകത്ത് മുഴുവനും വിചാരമാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹോദരി എന്ന് നോക്ക്, മറിയ, അവൾക്ക് ഒരു വിചാരവും ഇല്ല. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവ് പറയാ, നിന്റെ സഹോദരി മറിയയ്ക്ക് ഒരു വിചാരവും ഇല്ല. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മറിയയ്ക്ക് വിചാരമില്ലാതിരിക്കുന്നതിന്റെ കാരണം മറിയ നല്ല അംശമായതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മറിയ നല്ല അംശമായതിനെ തിരഞ്ഞെടുത്തു. അവളുടെ തിരഞ്ഞെടുപ്പ് കറക്റ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർത്ത വിചാരപ്പെടേണ്ടി വന്നത് അവളുടെ തിരഞ്ഞെടുപ്പ് ഹല്ലേലൂയ പാളിപ്പോയത് കൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇവിടെ ഹല്ലേലൂയ യാത്രയാണ്. എന്താണെന്നറിയാമോ? ഇവിടെ നമുക്ക് ശിഷ്യന്മാർ പറയാ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. പ്രിയരെ, യേശു ഈ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നറിയാമോ? ആ തോണിയുടെ അമരത്ത് തല വെച്ച് ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. വലിയ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. എന്നാൽ പടകിൽ തിര തള്ളി കയറി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുരുഷാരം ഇരുന്നവരെല്ലാം ഭയപ്പെട്ടു. അവർ യേശുവിനെ ഉണർത്താനായിട്ട് ശ്രമിച്ചു. ഹല്ലേലൂയ. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ യേശുവിനെ അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ അവർ കുറ്റപ്പെടുത്തുക. പല കുടുംബങ്ങളിലും, എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, പല കുടുംബങ്ങളിലും സഹോദരിമാർ ചില കർത്തൃദാസന്മാരെ കണ്ടാൽ ഉടനെ എന്ത് പറയുന്ന അറിയാമോ? എന്റെ പാസ്റ്ററേ, എന്റെ ഭർത്താവിന് ഒരു വിചാരവും ഇല്ല പാസ്റ്ററേ എന്ന് പറയും. എന്റെ ഭർത്താവിന് ഒരു വിചാരവും ഇല്ല പാസ്റ്ററേ എന്ന് പറയും. എന്നാൽ ചില ചില ഭർത്താക്കന്മാരോ, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ചില സഹോദരങ്ങൾ അവരുടെ സ്നേഹിതരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എന്റെ ഭാര്യയ്ക്ക് ഒരു വിചാരവും ഇല്ല. ഇവർ പറയും, എന്റെ ഭാര്യയ്ക്ക് ഒരു വിചാരവും ഇല്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തമ്മിൽ വിചാരമില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ചില വ്യക്തികൾ എങ്ങനെയാണെന്നറിയാമോ? എനിക്കൊരു ഭാരമുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടെ ആ ദുഃഖം ഉണ്ടാകട്ടെ, ആ ടെൻഷൻ ആ വ്യക്തിയും കൂടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയോട് അങ്ങ് പറയാൻ തുടങ്ങും. എന്നിട്ട് ഇവരുടെ ടെൻഷൻ ആ വ്യക്തിയും കൂടെ ആ ടെൻഷൻ അടിക്കേണ്ടതിനായിട്ട് വിളിച്ചു പറയുന്ന ചില വ്യക്തികളെ കാണുവാൻ കഴിയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇവിടെ യേശുവിനെ അവർ തട്ടി എഴുന്നേൽപ്പിച്ച് ചോദിച്ച് ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെല്ലാം ഇങ്ങനെ വിചാരപ്പെടുമ്പോൾ ഗുരു, ഹല്ലേലൂയ, നീ ഇത് കാണുന്നില്ലേ, നീ ഇതറിയുന്നില്ലേ എന്നാണ് ചോദിച്ചത്. യേശു ചോദിച്ചു, നിങ്ങൾ എത്ര ഭീരുക്കളാകുവാൻ കാരണം എന്താ? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, എന്നിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുകയാണല്ലോ. എന്തിനാ ഇത്ര ഭീകരത? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്നാണ് ചോദിച്ചത്. ഒരു മനുഷ്യന് ഹല്ലേലൂയ ജീവിതത്തിൽ വിചാരം അലട്ടുന്നതിന്റെ കാരണം അവന്റെ മനസ്സിനകത്തുള്ള ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദര, സഹോദരി, നീ ഭയത്തോടെ നീ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാലും നിനക്ക് മറുപടി കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ പറയുന്ന എന്താണെന്നറിയാമോ? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനായി കൃപ പ്രാപിപ്പാനുമായി പ്രിയരെ കൃപാസനത്തിനടുത്ത് ധൈര്യത്തോടെ കടന്നു വരണം. ഇന്ന് രാത്രികാലം എത്ര പേർ കൃപാസനത്തിന്റെ അരികിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആദാം പറയുന്നു, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെടുന്നു എന്ന്. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെടുന്നു. ദൈവം അവന് നൽകിയ വസ്ത്രം കൃപ, അവന്റെ വിശുദ്ധിയിൽ വീഴ്ച സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ആ കൃപ ദൈവം കൊടുത്തിരുന്ന ചില ക്വാളിറ്റീസുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടമായി തീർന്നു. ആകിയാൽ ആദാം എന്ത് ചെയ്തു? ഭയപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ശിഷ്യന്മാർ കാറ്റിനെ ഭയപ്പെട്ടു. അത് അവരുടെ വിശ്വാസം കുറഞ്ഞു പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഹല്ലേലൂയ വിശ്വാസം കുറഞ്ഞു പോയാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിനക്ക് ധൈര്യം കുറഞ്ഞു പോയിടും, പ്രത്യാശ കുറഞ്ഞു പോയിടും. ഹല്ലേലൂയ. വിശ്വാസം ഒരല്പം പോലും കുറഞ്ഞു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. പ്രിയരെ, യേശു പറയുന്നു,
നീ വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നു. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെടും, എന്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നതൊക്കെ വിട്ടിട്ട് കുഞ്ഞേ ഹല്ലേലൂയ താമര എങ്ങനെ വളരുന്നു എന്നൊന്ന് വിചാരിച്ച് ഒന്ന് ചിന്തിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ചെളിക്കുണ്ടിനകത്ത് വളമിടാൻ ഇല്ലാതെ, അതായത് തണ്ട് താങ്ങ് വെച്ച് കൊടുപ്പാൻ ഇല്ലാതെ, സൂര്യ ഉദയത്തിന്റെ മൊട്ട് വിടർന്ന് ആമേൻ കാറ്റടിക്കുമ്പോൾ ആടിയും ഉലഞ്ഞും അല്ലെങ്കിൽ വളഞ്ഞും നൃത്തം ചെയ്തുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രിയരെ മണ്ണിലേക്ക് തല ചായ്ച്ചിട്ട് അവൻ ആ മണ്ണിലേക്ക് അലിഞ്ഞു വീഴുന്ന താമര. പ്രൈസ് ദി ലോർഡ്. ആ താമരയെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ആ 12-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത്, അവിടെ വചനം പറയുന്നു, കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, പ്രൈസ് ദി ലോർഡ്, കൊയ്യുന്നില്ല, അത് എങ്ങനെ ജീവിക്കുന്നു എന്ന വിചാരിച്ച് ആമേൻ ആമേൻ ഹല്ലേലൂയ അത് വിചാരിക്കുന്നില്ല. എന്നാൽ വിചാരിച്ച് നോക്കുവീൻ എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഈ പച്ചക്കിളിയുണ്ടല്ലോ, തത്ത, നമുക്കെല്ലാവർക്കും തത്ത അറിയാം. ആ തത്തയെ കുറിച്ച് പറയുമ്പോൾ ആമേൻ അത് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ പറയുമായിരിക്കും തത്ത നല്ലപോലെ സംസാരിക്കും, അതിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. മയിലിനെ കുറിച്ച് പറഞ്ഞാൽ പറയും മയിൽ നല്ലപോലെ ആടും പാടും, ഇതൊക്കെ മയിലിനുള്ള കഴിവാണ്. എന്നാൽ സിംഹത്തെ കുറിച്ച് പറയുമ്പോൾ സിംഹം ബലമുള്ള ഒരു മൃഗമാണ്. പുലിയോ കൂടുതൽ ഓടും, അല്ല വേഗതയോടുകൂടി ഓടും. എന്നാൽ പ്രിയരെ ഹല്ലേലൂയ നമുക്കറിയാം ഓരോരുത്തരും ഓരോ ന്യായം പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, കാക്കയെ നോക്കുവീൻ. ഹല്ലേലൂയ. കാക്കയെ നോക്കുവീൻ. കാക്കയ്ക്ക് തൊഴിൽ വല്ലതും ഉണ്ടോ? എന്റെ പ്രിയരെ, ജോലിയുണ്ടോ കാക്കയ്ക്ക്? പ്രൈസ് ദി ലോർഡ്. പിന്നെന്താ? കാക്ക വിതയ്ക്കുന്നില്ല, നെയ്യുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കൊള്ളണം ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രിയരെ, വിചാരപ്പെടണമെങ്കിൽ ആകാശത്തിൽ പക്ഷികളെയും ഭൂമിയിൽ മൃഗങ്ങളെയും നോക്ക് എന്നാണ് വചനം നമ്മളെ വിളിച്ച് പറയുന്നത്. പ്രിയ ദൈവ പൈതലേ, റോമ ലേഖനത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അതായത് ഇങ്ങനെയാണ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആമേൻ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയരെ, തേജസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3 വിധമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവിക തേജസ്, സ്വർഗീയ തേജസ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സഹോദരനെ, സഹോദരിയെ, അല്ല ഇന്ന് രാത്രികാലം നാം ചിന്തിക്കേണ്ടുന്നത്, നാം വിചാരിക്കേണ്ടുന്നത് അത് വരുവാനുള്ള തേജസ്സിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടുന്നത്. നാം അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മിലുള്ള പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിച്ചു തരും. ആവശ്യമില്ലാത്ത ചിന്തകൾ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗീയ വസ്ത്രം, സ്വർഗീയ കിരീടങ്ങൾ, സ്വർഗീയ വാസസ്ഥലങ്ങൾ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. പിന്നെ ഞങ്ങൾ ഇങ്ങനെ 2 സഹോദരിമാർ തമ്മിൽ കാണുമ്പോൾ ഇന്നലത്തെ ആ സീരിയലിന്റെ ബാക്കി എന്തായിരുന്നു, അയ്യോ അതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഒക്കത്തില്ല. അങ്ങനെയാണ് ഇന്നത്തെ സഹോദരിമാർ വാങ്ങിച്ച വസ്ത്രങ്ങളെ കുറിച്ചും ആഭരണങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് സമയങ്ങളെയൊക്കെ ചെലവഴിക്കുന്നു. സഹോദരി, നമ്മുടെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദര, ഒരു നിത്യത കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങ്. ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ കുഞ്ഞേ, ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഹല്ലേലൂയ, കർത്താവേ അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ അപ്പാ എനിക്ക് നൽകണം, എനിക്ക് കാണിച്ചു തരണം. അതിൽ എത്ര പേർ പ്രാർത്ഥനയിൽ അങ്ങനെ ചിന്തിക്കും? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പാ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളോട് 4 പേരോട്
ഞങ്ങളോട് അപ്പച്ചൻ ഇടപെടണമേ, അപ്പന്റെ ആ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന ഓരോ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നിശ്ചയമായും പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ ആ മുഖം കാണുവാൻ, അങ്ങയുടെ തേജസ് കാണുവാൻ, അങ്ങയുടെ ആ പൊന്നമുഖത്തെ കാണുവാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവ് നിങ്ങളോട് ഇടപെടും. കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ. നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്ന നാഴികയിൽ അന്ത്രയോസ്, ഫിലിപ്പോസ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ, നിന്ദിക്കപ്പെടുവാൻ, തുപ്പൽ ഏൽക്കപ്പെടുവാനുള്ള നാഴിക വന്നു എന്നുള്ളതല്ല. പിന്നെയോ ഹല്ലേലൂയ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നു എന്നതാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ ദിനരാത്രങ്ങളെ നോക്കി വിചാരിക്കാതെ തേജസ്കരണം എന്ന് വിചാരിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ കഷ്ടത്തിലായിരിക്കാം, ഒരു പക്ഷേ നീ വലിയ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്ന ഒരു വ്യക്തിയാവാം. ഒരു പക്ഷേ നിന്റെ രോഗത്താൽ ഹല്ലേലൂയ, നിനക്ക് വന്നിട്ടുള്ള ആ രോഗത്തെ, നീ അനുഭവിക്കുന്ന രോഗത്താൽ ഹല്ലേലൂയ നീ ബാധിക്കപ്പെട്ട് വളരെയേറെ നിരാശയുടെ മക്കിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനാവാം, ഒരു സഹോദരിയാവാം. ഒരു പക്ഷേ നീ കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടാം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നിന്നെ നടത്തുവാൻ സർവശക്തനാ. ഒന്ന് വിളിച്ചാട്ടെ. അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം, കർത്താവേ, അങ്ങനോട് ഇടപെട്ടാട്ടെ, അങ്ങന്റെ അരികിലേക്ക് ഇറങ്ങി വന്നാട്ടെ, അങ്ങയുടെ ആ തേജസ് എനിക്ക് കാണണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ ദൈവ പൈതലേ, യേശു കർത്താവ് ഹല്ലേലൂയ കാൽവരിയിൽ മരിച്ചത് ജീവരക്ഷയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ജീവരക്ഷയ്ക്കായിട്ട്, ശാപരക്ഷയ്ക്കായിട്ട്, പാപരക്ഷയ്ക്കായിട്ട്, ലോകരക്ഷയ്ക്കായിട്ട് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് ആമേൻ പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ. സ്നേഹിതാ, കാൽവരിയുടെ പൂർണ്ണതയിൽ ആമേൻ നാം വരുമ്പോൾ, യേശുവേ, അങ്ങ് എന്തിനാ കാൽവരിയിൽ ഏൽപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധവും നിഷ്കളങ്കവുമായി പ്രൈസ് ദി ലോർഡ് തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയരെ, നാം ഓരോരുത്തരും തേജസ് പ്രാപിക്കുവാനാണ് യേശു ഏൽപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി പെസഹയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നിറുക്കി, ഹല്ലേലൂയ, എന്റെ ശരീരം, അവൻ ഇത് എന്റെ ശരീരം, പാനപാത്രം എടുത്ത് ഇത് എന്റെ രക്തമെന്ന് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനയിൽ ഒരു കല്ലേർ ദൂരം അവൻ ശിഷ്യന്മാർ നിന്ന് അകലെ പോയി യേശു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പടയാളികൾ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ കൈകളെ നീട്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയരെ, അങ്കി വലിച്ചൂരുമ്പോൾ അവൻ കൈകൾ ഉയർത്തി വസ്ത്രം ഊരുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവ പൈതലെ ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ സ്വർഗ്ഗത്തേക്ക് നോക്കിയാട്ടെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് തുപ്പുമ്പോൾ കർത്താവ് മുഖം മറച്ചില്ല കേട്ടോ. അയ്യോ, ഹല്ലേലൂയ, മുഖം കർത്താവ് കാട്ടിക്കൊടുത്തു. യേശുവിന്റെ പുറം നീളത്തിൽ അവർ കീറി എന്ന് കാണുവാൻ കഴിയുന്നു. യേശു ഹല്ലേലൂയ ദൈവമക്കളെ മൗനമായി നിന്നു. പ്രൈസ് ദി ലോർഡ്. മുൾക്കിരീടം യേശുവിന്റെ തലയിൽ അടിക്കുമ്പോൾ യേശു തല കുനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ ഒരു കോൽ കൊടുത്തപ്പോൾ യേശു അത് വാങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ മരക്കുരിശ് വന്നപ്പോൾ അല്ലെങ്കിൽ തന്റെ തോൾ പ്രിയരെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഗബദയുടെ കൽത്തളം വിട്ട് കാൽവരിയുടെ ഗിരിമുകളിലേക്ക് നടന്നു നീങ്ങി ഹല്ലേലൂയ കയറി കർത്താവ് താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്മേൽ അവൻ കൈകളെ വിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവ പൈതലെ കാലുകളെ കർത്താവ് ചേർത്ത് വെച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ തീർന്നിട്ടില്ല. കാലിനും വാണികൾ തറയ്ക്കുമ്പോൾ തറയ്ക്കുവാൻ വേണ്ടി കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അധരങ്ങളിൽ ഒരു സ്പോങ്ങിൽ പ്രിയരെ ഹല്ലേലൂയ അവർ
എന്താ ചെയ്യുന്നറിയാമോ? ഒരു സ്പോങ്ങിന്മേൽ വീഞ്ഞ് കൊടുത്തപ്പോൾ അത് യേശു വേണ്ട എന്ന് പറഞ്ഞില്ല പ്രിയരെ. അവൻ വേദനയ്ക്ക് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തതാ അത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, എന്നെയും നിന്നെ തേജസ്കരിക്കപ്പെടുവാൻ, നിന്നെയും എന്നെയും തേജസ്കരിക്കുവാൻ അവൻ ആ തേജസ്സിനെ വിചാരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആ തേജസ്സിനെ വിചാരിച്ചു കൊള്ളുവീൻ. കർത്താവ് ഇത്രയും ചെയ്തതിന് വേണ്ടിയാ, നമ്മളെ തേജസ്കരിക്കപ്പെടുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഇന്ന് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുക. സഹോദരനെ, സഹോദരിയെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളല്ല കർത്താവിന്റെ ചിന്ത. നമ്മളെ കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമേ നടക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലെ, കരുതുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കർത്താവ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സകല ചിന്താകുലവും യേശുവിന്റെ പാദത്തിൽ ഒന്ന് സമർപ്പിക്കാം സ്തോത്രത്തോടെ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പൊ ഞങ്ങൾ ഇപ്പോൾ കേട്ടതായ ഈ വചനം അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു തരികയാണ് കർത്താവേ. ഒരു പക്ഷേ ലോകം ഞങ്ങളെ കണ്ട് പരിഹസിച്ചേക്കാം. ഈ കേട്ട വചനത്തിന് മുൻപിൽ അവരെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. അവിടുത്തെ രക്തത്താൽ എല്ലാവരും കഴുകി മുദ്രയിട്ടാട്ടെ. ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. അവിടുത്തെ രക്തം കൊണ്ട് എല്ലാവരെയും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കേട്ട വചനം ആശ്വാസപ്രദമായി തീരട്ടെ കർത്താവ്. ഞങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എല്ലാം വെടിഞ്ഞിട്ട് കർത്താവ് വരുവാനിരിക്കുന്ന തേജസ്കരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോവാൻ കർത്താവ് സഹായിക്കണം. ആത്മാവിൽ എല്ലാവരും ബലപ്പെടുത്തണം. കൃപയാൽ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ വീണ്ടും അറിയിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, ഇതുവരെയിലും ആരംഭം മുതൽ അവസാനം വരെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല എൻ്റെ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ, എൻ്റെ പേജിൻ്റെ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒക്കെ എൻ്റെ വിലപ്പെട്ട അഡ്മിന്മാരും എൻ്റെ സഹോദരങ്ങളും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ആവശ്യമില്ലാത്ത ചിന്തകളും ഭാരങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. പ്രിയ ദൈവമക്കളെ, അടുത്ത ആഴ്ചയിൽ നിശ്ചയമായും പകൽ 4 മണിയായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ സഹകരിക്കുക. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന രണ്ടാമത് ഒരു അക്കൗണ്ടും കൊണ്ട് 2 അക്കൗണ്ടും വചനങ്ങൾ ഞങ്ങൾ അതിൽ കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ വളരെ ആശ്വാസമായിരിക്കും. നിങ്ങൾ ശുശ്രൂഷയെ മാനിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.